ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബോൺ ഹെൽത്തിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ റെഗുലറായിട്ട് നമ്മൾ എക്സസൈസുകൾ ചെയ്യും. ആഴ്ചയിൽ 1-2 ദിവസം എന്തെങ്കിലും ഒരു വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസുകൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഒരു ഏജ് കഴിയുമ്പോൾ ബോണായാലും മസിലായാലും അതിൻ്റെ മാസ് ഡെൻസിറ്റി കുറയുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ എക്സസൈസുകൾ ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ബോൺ സ്ട്രെങ്ത്ത്, മസിൽ മാസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഫുഡിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ഇൻടേക്ക്, ഹൈ പ്രോട്ടീൻ ഇൻടേക്കുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഏകദേശം 50% ബോണിൽ പ്രോട്ടീൻസാണുള്ളത്. ലോ പ്രോട്ടീൻ ഡയറ്റ്, പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനും അത് ബാധിക്കും. കാൽസ്യം അബ്സോർപ്ഷൻ ബാധിക്കുമ്പോൾ ബോൺ ഫോർമേഷൻ, പുതിയ എല്ലുകൾ ഉണ്ടാവാനുള്ള ബോൺ ഫോർമേഷൻ്റെ സ്പീഡും കുറയുന്നതാണ്. ഒരു ഏജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മെനോപോസൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ചെറിയ രീതിയിലുള്ള വീഴ്ചകൾ തന്നെ ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര അധികമാണ്. പ്രത്യേകിച്ച് റിസ്ക് ഫ്രാക്ചർ, ഇടുപ്പ്, നട്ടെല്ല് ഫ്രാക്ചറിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഹൈ പ്രോട്ടീൻ ഇൻടേക്കുകൾ നമ്മൾ കഴിക്കുന്ന ആൾക്കാർ ഈ വക ഫ്രാക്ചേഴ്സ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്.